അമേരിക്കയോട് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളെ കൊണ്ട് ഈ അറ്റാക്കിന്റെ സാധ്യത തടയുക, സമ്മർദ്ദം ചെലുത്തി ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കുക എന്ന സ്ട്രാറ്റജി ആയിരിക്കും ഇറാൻ എടുക്കുക. അത് വർക്കാവുമോ? നിഷാദ്, ആ അർത്ഥത്തിലുള്ളൊരു ആശങ്ക ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. കാരണം കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാൻ സാധിക്കും, ജൂണിൽ നടന്ന ഖത്തറിലെ താവളത്തിന് നേരെ നടന്ന ആക്രമണം അത് സൃഷ്ടിച്ചിരിക്കുന്ന വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ, ഇതേ തുടർന്ന് കുറെ കൂടി ഒരു സമവായത്തിലേക്കും ഒരു പക്വമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിലേക്കുമാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെയും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പം യമനിൽ നടക്കുന്ന ആ യുദ്ധങ്ങൾ പോലും അത് എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യയാണ്. അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടിപ്പം നേരത്തെയൊക്കെ ഷിയ സുന്നി വേർതിരിവുകളുടെ പേരിലൊക്കെ വലിയ പ്രതിസന്ധികളും വിഭാഗീയതകളും ഒക്കെ രൂപപ്പെട്ടിരുന്നു. പക്ഷെ പിന്നിട്ട കുറേ വർഷങ്ങളായി കുറെ കൂടി ഒരു പ്രായോഗിക രാഷ്ട്രീയമാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെയും പിന്നെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ഇറാനുമായിട്ട് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള നല്ല നയതന്ത്ര ബന്ധത്തിലേക്ക് ഈ രാജ്യങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട് 45 കൊല്ലത്തിലധികമായി തുടരുന്ന നിലവിലുള്ളൊരു ഭരണകൂടം, ആ ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ടുള്ളൊരു വികാരം, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കേവലം തെഹ്റാൻ നഗരത്തിൽ മാത്രമല്ല, മഷദിലും കുമ്മിലും തബ്രീസിലും അതേപോലെ ഇറാന്റെ പല നഗരങ്ങളിലേക്കും ആ പ്രക്ഷോഭം ഇപ്പോൾ ഇന്ന് രാത്രിയിൽ പോലും വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. ഇത് മാത്രമല്ല, ഏതെങ്കിലും അർത്ഥത്തിലുള്ള അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ആ തങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നത് ഒന്ന് ഇസ്രായേലിനെ ആയിരിക്കും, രണ്ടാമത് പിന്നെ ഇന്നലെ തന്നെയും ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും മറ്റും വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ താവളങ്ങളെയാണ്. അതിപ്പം ബഹ്റൈനിലാണെങ്കിൽ നാവിക താവളമുണ്ട് അമേരിക്കയുടെ, ഖത്തറിൽ വ്യോമതാവളമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ പല അമേരിക്കൻ താല്പര്യങ്ങളുമുണ്ട്. ആ താല്പര്യങ്ങൾക്കെതിരെ ഇപ്പോൾ പോലും അതിശക്തമായിട്ട് അടിക്കാൻ, ഒരു ശക്തമായിട്ടുള്ള ആക്രമണം നടത്താൻ ഇറാന് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞ വർഷവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തോട് അമേരിക്കക്കും താല്പര്യമുണ്ട് എന്ന് കരുതാൻ ആവില്ല. കാരണം ഈ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ തങ്ങൾ വിചാരിക്കാത്ത രൂപത്തിൽ ജനങ്ങൾ ഒരു ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം, അത് പ്രയോജനപ്പെടുത്തണം എന്ന് അമേരിക്കക്കുണ്ട്. അത് ഏത് നിലയ്ക്ക് പ്രയോജനപ്പെടുത്തണം, ഏതർത്ഥത്തിലായിരിക്കണം തങ്ങളുടെ ഇടപെടൽ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പോലും ഒരു വ്യക്തതയിലേക്ക് എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെയും ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ, ചില നടപടികൾ താൻ കൈക്കൊള്ളുമെന്നാണ്. ഒരുപക്ഷെ നാളെയും മറ്റന്നാളുമായിട്ട് കുറെ കൂടി വ്യക്തമായിട്ടുള്ള ചർച്ചയിലൂടെ ഏത് രീതിയിലായിരിക്കണം ഇറാനെതിരായിട്ടുള്ള നടപടി വേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയിലെത്തും. പക്ഷേ ഇസ്രായേലിന്റെ സമ്മർദ്ദം വലിയ തോതിൽ തന്നെയുണ്ട്. കാരണം ഈ സന്ദർഭത്തെ വളരെ സമർത്ഥമായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ അമേരിക്കൻ നേതൃത്വത്തെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമത നേതൃത്വം, ഇപ്പം നേരത്തെ ഇറാഖിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചതാണ്. 2003 അധിനിവേശം നടക്കുമ്പോൾ ഇറാഖിൽ നിന്നുള്ള വിമതർ അമേരിക്കയിൽ ചേക്കേറിയ അവരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദം, അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരുന്നു 2003 ഇറാഖിനെതിരായിട്ടുള്ള ഒരു അധിനിവേശത്തിന് തുടക്കം കുറിച്ചത്. അവർ നൽകിയിരിക്കുന്ന വ്യാജ തെളിവുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ ആക്രമണത്തിന് ന്യായം ചമച്ചത്. UN മുമ്പാകെ പോലും ആ ക്രെഡിബിൾ ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വെച്ചത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം വാദങ്ങൾ. ഇപ്പോൾ വിമത നേതൃത്വം എന്നത് പ്രധാനമായിട്ടും ഷാ റസാ പഹ്ലവി, അദ്ദേഹത്തിന്റെ മകൻ അമേരിക്കയിലാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭ പരിപാടികൾക്ക് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചരട് വലിക്കുന്നത്. അദ്ദേഹം ഇന്നലെയും ആവശ്യപ്പെട്ടിരിക്കുന്നത് നഗരങ്ങൾ കീഴടക്കുകയായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം, ആ അർത്ഥത്തിലായിരിക്കണം കാര്യങ്ങൾ നീക്കേണ്ടതെന്ന് പ്രക്ഷോഭകരോട് ആവശ്യപ്പെടുന്നുണ്ട്. 109 സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി തന്നെ ഇറാൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്രയും വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങളാണ് പിന്നിട്ട് ദിവസങ്ങളിലൊക്കെയും ഇറാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം ഇനിയും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 500-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വിമത വിഭാഗവുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ സ്ഥിതിഗതികൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട്.